അമൃതവൈമ്പിൻ്റെ ഈ ദിവസങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ പുനർജീവനാശ്രമത്തിലേക്ക് വന്നിരിക്കുന്ന ജോർജസിനെയും ഫ്രാൻസിസിനെയും ഈ കൂട്ടായ്മയെയും വളരെ ഹാർദമായിട്ട് യേശുവിൻ്റെ ഈ സഹനവഴിയിലൂടെ തീർത്ഥയാത്ര എന്ന ഒരു പ്രൊജക്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയധികം നിങ്ങൾ എല്ലാവരും കൂടി വന്നത് യഥാർത്ഥത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് വലിയൊരു ഊർജ്ജം നൽകുവാനും ഞങ്ങളെ കൂടുതൽ ഒരുക്കുവാനും ഇവിടെ പ്രത്യേകിച്ച് ചെയ്യുന്നത് 50 ദിവസവും ഇവിടെ ശുശ്രൂഷയുണ്ട് 50 നോയമ്പിൻ്റെ. അതിനാൽ തന്നെ ശനിയാഴ്ച വിഭൂതിരം തുടങ്ങുന്നതിന് മുമ്പേ ശനിയാഴ്ച തന്നെ ഇവിടെ 50 നോയമ്പ് തുടങ്ങി 50 ദിവസവും കുരിശിൻ്റെ വഴി ഇവിടെ അടിവാരത്തിന് മുകളിലേക്കുണ്ട്. 50 ദിവസവും ഇവിടെ ധ്യാനങ്ങളും ശുശ്രൂഷകളുണ്ട്. 1200 മണിക്കൂർ ഞാൻ ഉപവാസത്തിലാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം. 1200 മണിക്കൂർ വേണം ഉദ്ദേശിക്കുന്നത്. 50 ദിവസം നമുക്കാക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ശനിയാഴ്ച തുടങ്ങിയത്. അതുപോലെ ഇവിടെയുള്ള മക്കളൊക്കെ 1 നേരം 2 നേരമൊക്കെ ത്യജിച്ചുകൊണ്ട് റീസൺ ഇതാണ്. സഭയ്ക്ക് വേണ്ടിയാണ് 3 വർഷമായി തുടങ്ങിയിരിക്കുന്ന ശുശ്രൂഷയാണ്. സഭ സമൂഹത്തിൽ ജ്വലിക്കണമെങ്കിൽ കൂടുതൽ ജ്വലിക്കണമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ് വൈദികർ, സമർപ്പിതര്, പിതാക്കന്മാർ, വൈദിക വിദ്യാർത്ഥികൾ, സമർപ്പിത വിദ്യാർത്ഥിനികൾ. കഴിഞ്ഞ വർഷം പ്രേരണയുടെ ചിന്ത കിട്ടിയതാണ്. മരിച്ചുപോയ വൈദികരുടെയും സമർപ്പിതരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആരെല്ലാം പ്രാർത്ഥിക്കുന്നോ അവരുടെയൊക്കെ കുടുംബങ്ങളിലും അനുഗ്രഹിക്കപ്പെടുന്നു. അതിനൊപ്പം തന്നെ അതിനുശേഷം ജോർജ് അച്ഛൻ എപ്പോഴും രചനയുടെ ലോകത്താണ്. എന്നാൽ ഈ രചന കഴിയാൻ എനിക്ക് എന്നെ അറിയിച്ചു. സ്വർഗത്തെ പോയാലും നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരണത്തിലൊന്നും നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജോർജ്. ജോർജ് എൻ്റെ അനുഭവിക്കുമ്പോൾ ഓരോ മാസത്തിലും ഓരോ ഗാനം രചിക്കും, നോവലുകൾ രചിക്കും. എവിടെ പോയാലും ഈ ആത്മീയമായിട്ടുള്ള റിട്ടയർമെൻ്റൊന്നും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലിരുന്നിട്ടും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങളിൽ ഓരോരുത്തരോട് രചന നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഞാനായി തന്നെ നിങ്ങളെ ഫ്രാൻസിസിനെ പരിചയപ്പെടുത്തി ഫ്രാൻസിസിൻ്റെ നല്ല 2 വാക്കുകൾ നമ്മൾ ആദ്യം കേൾക്കും. അതിന് ശേഷം കുരിശിൻ്റെ വഴിയിലേക്കും. യേശുവേ ഒന്ന് കൈയടിച്ച് എനിക്ക് വേണ്ടി ആരും സാധനം കൈയടിക്കാറില്ല. അപ്പോൾ ഇനിയും അങ്ങനെ പാട്ടുണ്ട്. അപ്പം ഇതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ പുതിയ വണക്കമാസ മാതാവിൻ്റെ പുതിയ വണക്കമാസ പുസ്തകമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പഴയതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ആധുനിക മലയാള ഭാഷയിലാണ്. ചെറുതാണ് വിവരണങ്ങളെല്ലാം തന്നെ. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇതിലെ സംഭവങ്ങൾ നമ്മൾ എല്ലാം കേരളവും ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. വേളാങ്കണ്ണിയിലെ സംഭവങ്ങൾ, കൊരട്ടിമുത്തി, വല്ലാർപാടത്തമ്മ, പിന്നെ കുറവലങ്ങാട്, കുടവച്ചൂര്, അങ്ങനെയുള്ള മാതാവ് പ്രത്യക്ഷപ്പെട്ട അനുഭവങ്ങളാണ് ഇതിനകത്ത് സംഭവങ്ങൾ. ചാവറയച്ചൻ, അൽഫോൻസമ്മ, മറിയന്തരസ്യമ്മ, എഗുപ്രാസ്യമ്മ എന്നിവർക്കൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ട അത്ഭുതകരമായ അനുഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ ചെറിയ സൽക്രിയകൾ, പക്ഷെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് പുതിയൊരു വണക്കമാസ പുസ്തകം. പപ്പ അങ്ങോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഈ പുസ്തകം ഈ സമയത്ത് ഇവിടെ വെച്ച് ഒന്ന് വിളിച്ചു പപ്പ അങ്ങോട്ട് പോയി, അതേ താഴ്ത്തിക്ക് പോയി. അപ്പോൾ ഇവിടെ വെച്ച് ഒരു പ്രകാശന കർമ്മം ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഫ്രാൻസിസ് അച്ഛന് ഈ പുസ്തകം കൊടുത്തുകൊണ്ട് പ്രകാശന കർമ്മം ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വാങ്ങിക്കണം. കാരണം ഇതിന് നല്ലൊരു ചിലവുണ്ട് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ തരാം. 100 രൂപ മാത്രമാണ് ഇതിൻ്റെ വിലയുള്ളത്. അപ്പോൾ നിങ്ങളുടെ പള്ളിക്ക് വരണം. ഞാൻ പൈസ ഒന്നും ഞാൻ വാങ്ങിക്കൂട്ടെ. അപ്പോൾ അത് ഈ മാതാവിൻ്റെ വണക്കമാസ പുസ്തകം
നല്ല മാതാവേ മാരിയേ, നിർമ്മല മറിയൗസേ പിതാ, ആത്മശരീര പ്രിയങ്ങളായ ദിവസങ്ങളെയും. എന്താണ് വിസ്മരണ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ? ഇതിന്റെ അർത്ഥം അറിയുന്ന രണ്ടുപേരെ മിക്കവാറും ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുമിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും മുനിസിപ്പലിന്റെ സംഘടനാ അംഗങ്ങളോട് കൂടി തന്നെ ജോർജ് സാന്നിധ്യത്തിൽ തന്നെ പപ്പാജിയുടെയും ഇനാശേട്ടന്റെയും എല്ലാ ടീമുകളുടെ അംഗങ്ങളോട് കൂടി തന്നെ പ്രത്യേകം ആശംസയോടെ ഞാൻ നിർത്തുന്നു. സമയം വൈകിയതുകൊണ്ട് നമുക്ക് ഫ്രാൻസിസ് അച്ഛനും ജോർജ് അച്ഛനും കൂടെ നമുക്ക് കുരിശിന്റെ വഴിയുടെ യാത്രയിലേക്കാണ് അടുത്ത തുടങ്ങുന്നത്. താഴെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഞങ്ങൾക്ക് തുടങ്ങാം. വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിതനു വേണ്ടി ജീവൻ ബലിക്കുന്ന വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശു വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രിസ്ത്യനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം. അവരുടെ ഉദ്ദേശത്തെ കുറിച്ച് ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണം. പുരുഷന്മാർ ഒരുമിച്ച് ചൊല്ല്. സ്വർഗസ്ഥനായ നാലാം സ്ഥലം, ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. സമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സകലത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും.
അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങയെ പക്കൽ എന്നെ നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൽ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം ഭരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ രാഹുൽദായത്തിന്റെ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗണിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങൾ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. ഞാൻ പറയുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ വചനമാണ്, there is no crown without cross. കുരിശ് ഇല്ലാതെ കിരീടം ഇല്ല. കുരിശില്ലാതെ കിരീടമില്ല. ഹേമാമാലിനിയുടെ കാലഘട്ടത്തിൽ രണ്ടാം ഹേമാമാലിനിയായിട്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് മനസ്സിൽ നിറയെ അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് തോന്നിയപ്പോൾ കൽക്കട്ടയില് മദർ തെരേസയുടെ അടുക്കിലേക്ക് പോയി മനസ്സിന് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട്. ഹിന്ദുവാണ് ശശികൻ. മദർ തെരേസയുടെ ക്രൂശിത രൂപം കിടക്കുന്നുണ്ട്. അതിന്റെ അടുക്കൽ പോയി കുറച്ചു നേരം മുട്ടുമുട്ടി നിൽക്കുക. നിന്നോട് ക്രൂശിതനായ ക്രിസ്തു മൗനമായിട്ട് മൂകമായിട്ട് കുരിശിൽ ഇപ്പൊ നമ്മുടെ ട്രാൻസ്ലേഷൻ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നേരത്തെ സഭയെ കുറിച്ച് ചേർത്ത് വയ്ക്കുന്നത് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ടും ഞങ്ങളൊപ്പമാകുവാൻ അവസരം തന്നപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഭക്ഷണം എത്തിക്കുമ്പോൾ തന്നെ അച്ഛൻ ഇതിനെക്കുറിച്ച് ഒന്ന് ഈ വന്നിരിക്കുന്ന ജനത്തിനും ഞങ്ങൾക്കും പങ്കുവയ്ക്കാൻ ദൈവം വിളിക്കുന്നു, ഞങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കും. നിങ്ങളുടെ അരികിലേക്കൊക്കെ ഭക്ഷണം എത്തും. അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ സന്ദേശം നമുക്ക് ഇതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ വ്യക്തമായിട്ട് തിരുവൈദികരും പിതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും രണ്ടു വാക്കില് അതിനെ ഒരുക്കി തരുന്ന ഒരു ക്യാപ്സൂൾ പരുവത്തില് ഒരുക്കി തരുന്ന ഒരു വൈദികനെയാണ് ഞാൻ നേരത്തെ കണ്ടത്. അതിനാൽ തന്നെ ഞങ്ങൾക്കും ഈ വന്നിരിക്കുന്ന ജനത്തിനും അതൊരു വലിയൊരു മുതൽക്കൂട്ടാവുന്ന ഞാൻ വിശ്വസിച്ചുകൊണ്ട് എന്നോടാണ് ഇവിടത്തെ കുറിച്ച് പറയാൻ പറ്റില്ല. ഞാനല്ല പറയേണ്ടത്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒന്നടക്കം പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി നന്ദി നന്ദി. നമുക്ക് എന്നുകൊണ്ടുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ വികാരച്ചനും പിന്നെ ഞങ്ങളുടെ അയൽക്കാരനായ ജോർജനും ഞങ്ങളുടെ എല്ലാ മേടമുള്ള അച്ഛനും കൂടിയാണ് വന്നത്. ഇന്ന് വിൻസെന്റ് പോൾ സംഘടനയുടെ കെയർ ഓഫിലാണ്. അതായത് ഞങ്ങളുടെ ഇടവകയിൽ വിൻസെന്റ് പോൾ സംഘടന ഈ വർഷത്തെ നോമ്പ് കാല
പരിത്യാഗത്തിന്റെ ഒരു പ്രവർത്തനം എന്ന രീതിയിൽ ഞങ്ങൾ ഇന്നവർ വളരെ കുറച്ച് പേരുള്ളൂ. കൊല്ലൂരാണ് ഇതിന്റെ ആദ്യത്തെ ഭവനം. കൊല്ലൂര് റെയിൽവേ ഗേറ്റിന്റെ അടുത്ത് പുലർച്ചെ എല്ലാ വെള്ളിയാഴ്ചയും കൊല്ലൂര് കൂട്ടായ്മയുണ്ട്. ഇവിടെ ഇപ്പോൾ നൊയമ്പുകാലമായതിന്റെ പേരിലാണ്. തൃശ്ശൂർ. അപ്പൊ യോഗേഷിന് നമുക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ബർത്ത്ഡേ ഗാനം ആലപിക്കുന്നു. യോഗേഷ് കേക്ക് മുറിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ.